സെഷൻ 2 ആണ്, വിച്ച് ഇസ് ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? BCA. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സോ BCAയുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ് ഇന്ന്, സെഷൻ 2. അതിനു മുമ്പ് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് വൈഷ്ണവി, ഞാൻ ലേൺവൈസിലെ മെന്ററാണ്, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു മെന്ററാണ് ഞാൻ. അപ്പോ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ സെഷൻ 1 കണ്ടവരാണോ? ആരൊക്കെ ഇന്നലത്തെ സെഷൻ 1 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ. യെസ്, അനഘ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, അഞ്ജിത അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഹിസാന അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അജ്മൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ആദിത്യൻ, അർജുൻ, അൻസൽ, ഓ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ. ഓക്കെ ഓക്കെ, സൂപ്പർ. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ ഓൾറെഡി ഇന്നലത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത് വന്നതാ അല്ലെ. അപ്പൊ ഇന്നത്തെ ഐസ് ബ്രേക്കിംഗ് സെഷനിൽ നമ്മൾ മേജർ ആയിട്ട് നമ്മളെ ഒന്ന് പരിചയപ്പെടുക അല്ലെ. അതാണ് ഇന്നത്തെ ഒരു മേജർ എയിം എന്ന് പറഞ്ഞാൽ, തമ്മിൽ തമ്മിൽ പരിചയപ്പെടുക. നമ്മളിപ്പോ ഒരു കോളേജിൽ ഒരു ഓറിയന്റേഷൻ സെഷന് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ തമ്മിൽ തമ്മിൽ കാണും അല്ലെ. എന്താ പേര്, എവിടെയാ നാട് അല്ലെ, പിന്നെ എന്തൊക്കെയാ ചോദിക്കാം നമ്മള്, എന്തുകൊണ്ടാ ഈ കോഴ്സ് എടുത്തത്, പിന്നെ ഹോസ്റ്റലിലാണോ അല്ലെ, എങ്ങനെയാ വരിക കോളേജിക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോ നമ്മളിപ്പോ ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന്റെ ഒരു ലിമിറ്റേഷൻ എന്താ, നമ്മൾ തമ്മിൽ തമ്മിൽ കാണുന്നില്ല അല്ലെ. അപ്പൊ ആ ഒരു ലിമിറ്റേഷനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ അറ്റൻഡ് ചെയ്തത്. സാരില്ല, സാരില്ല, നമ്മൾ അതിന്റെ റെക്കോർഡിംഗ് അയച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇന്നലത്തെ സെഷൻ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെന്റർ റെക്കോർഡിംഗ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ, അത് കണ്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം തമ്മിൽ തമ്മിൽ കാണുക, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുക, എല്ലാവരും എന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയാം. ഓക്കെ, ഈ ഒരു സെഷന്റെ മെയിൻ എയിമിലേക്ക് കടക്കാം. എന്താണ്? ലെറ്റ്സ് കണക്ട്, എൻഗേജ് ആൻഡ് ഹാവ് ഫൺ അല്ലെ. ഈ ഒരു സെഷന്റെ മെയിൻ എയിം എന്താണ്? നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരെ അറിയുക അല്ലെ, കംഫർട്ടബിൾ ആവുക അവരുടെ കൂടെ. ആരൊക്കെയാണ് എന്റെ കൂടെ പഠിക്കുന്നത്? ക്ലാസ്മേറ്റ്സ് നമ്മൾ പറയും അല്ലെ, ക്ലാസ്മേറ്റ്സിനൊക്കെ അറിയുക, പിന്നെ ഒരു മീനിങ് ഫുൾ കണക്ഷൻ ബിൽഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു ത്രൂ ഔട്ട് ദി സെഷൻ നമുക്ക് പല കുട്ടി കുട്ടി ഗെയിംസ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാവും, കുറെ ഗെയിംസിനൊക്കെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചമ്മലൊന്നും വേണ്ട കേട്ടോ നിങ്ങൾക്ക്. അനസൂയക്ക് ഗെയിംസ് എന്ന് പറഞ്ഞപ്പോ ഒരു പേടി. ഓക്കെ, അപ്പൊ ആ പേടിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ വീട്ടില് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കളിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഞങ്ങളും കളിക്കാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ഒക്കെ വിളിച്ച് പറയുക. അങ്ങനെ നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ എൻഗേജ്ഡ് ആവാൻ വേണ്ടി നോക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ പാർട്ടിസിപ്പേഷൻ വേണമെന്ന് പറഞ്ഞത്? ഒന്ന്, നിങ്ങൾ എല്ലാവർക്കും ആദ്യത്തെ ഒരു സെഷനാണ്, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സെഷനാണ്. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ഈ ഒരു സെഷനിൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, എന്താണ്, ഞാൻ സ്മാർട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവരുമായിട്ട് കമ്പനി ആവാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രോങ് ആൻഡ് സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതിൽ ബെസ്റ്റ് പെർഫോം ചെയ്യുന്നവർക്ക് അവാർഡൊക്കെ ഉണ്ട് കേട്ടോ, ഗപ്പൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി ഞാൻ നിങ്ങളുടെ മെന്ററിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങളുടെ മെന്ററിനെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയുണ്ടാവില്ല, അർച്ചന മാമിന്. അപ്പൊ അർച്ചന മാം ആയിരിക്കും ഇനി നിങ്ങളുടെ ഇൻട്രോ സെഷൻ തൊട്ടിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ നടത്താൻ പോകുന്നത്. ഇടയിൽ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ നിങ്ങള്. അപ്പം നമുക്ക് അർച്ചന മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വെൽക്കം അർച്ചന മാം, ഓവർ ടു യു. നമുക്കറിയാം, ഇന്നലെ നമ്മളുടെ ഇനാഗുറേഷൻ സെഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഇന്ന് നമ്മളുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. ഇന്നലത്തെ ഒരു ജനറൽ സെഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. BCA ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് മാത്രം ഉള്ള ഒരു സെഷൻ ആണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബാച്ച്മേറ്റ്സിനൊക്കെ പരിചയപ്പെടാനും, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഒരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റി ഓഫ് ലേണേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പം ഓരോരുത്തരുടെയും ആ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരെങ്ങനെയാണ് പഠിക്കുന്നത്, അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടുന്നതോടുകൂടി നമുക്ക് ആ ഒരു കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഓരോരോ ലേണേഴ്സിന്റെ ആ ഒരു എക്സ്പീരിയൻസും അതൊക്കെ മനസ്സിലാക്കാനും നമുക്ക് അതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാനും, അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ഓൾ. അപ്പം എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൺ ബോർഡിംഗ് സെഷൻ തൊട്ട് തന്നെ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. വീക്കിലി റിവ്യൂ സെഷൻസിലും ഒക്കെ തന്നെ
ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് പഠിക്കുന്ന നല്ല എനർജറ്റിക് ആയിട്ടുള്ള ലേണേഴ്സ് ആണ് BCA പുതിയ ബാച്ചിലെ ലേണേഴ്സ് എല്ലാം തന്നെ. അപ്പം ഇനിഷ്യലി നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുക നമുക്ക് ഒരു നമ്മുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഇതിൽ ഗെയിംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ പേര് അർച്ചന അരവിന്ദ് എന്നാണ്. ഞാൻ ലേൺവൈസിൽ 1 ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മെൻറ്ററായിട്ട്. BCA അതുപോലെ തന്നെ MCA ക്വാളിഫിക്കേഷൻ MCA ആണ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇനിയും നമുക്ക് നമ്മളുടെ ലേണേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പം വോളണ്ടറി ആയിട്ട് മുന്നോട്ട് ആരാ വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആരാണ് ഇനിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരിക? എന്റെ പേര് അനഘ. എന്റെ സ്ഥലം ആലപ്പുഴയാണ്. പക്ഷെ ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. കേൾക്കാമോ? പറഞ്ഞോളൂ. അനഘയുടെ ഇൻട്രസ്റ്റ് ഒക്കെ എന്തൊക്കെയാണ് ഹോബീസ്? ഹോബീസ് മ്യൂസിക് കേൾക്കും, പിന്നെ സ്പോർട്സ് ഉണ്ട്. ഓക്കെ, BCA കോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? കാരണം ഞാൻ ഇതിനു മുമ്പേ ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ കോഡിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ IT ഫീൽഡിനോട് താല്പര്യമുണ്ട്. ഓക്കെ, ലേൺവൈസിൽ ഇതുവരെ ജോയിൻ ചെയ്തതിനു ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ കുറച്ചായില്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട് കോഴ്സ് ഒക്കെ. കോൺഫിഡൻസ് ഉണ്ടോ ഇപ്പം പഴയതിലും ഒക്കെ? ഡിഗ്രി കംപ്ലീറ്റ് കുഴപ്പമില്ല. കോൺഫിഡൻസ് ഉണ്ട്. ക്ലാസ് ഒക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കണ്ടപ്പോ തന്നെ കൊള്ളാം, കുഴപ്പമില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നു. വീക്കിലി കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കുറവാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏറ്റവും നല്ലതായിട്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആ ഒരു എനർജറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, എന്താണ് അംബീഷൻ? എന്താണ് അനഘയുടെ അംബീഷൻ? ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബാണ്, ഒരു റെപ്യൂട്ടഡ് കമ്പനി തന്നെയാണ് നോക്കുന്നത്. താങ്ക് യു അനഘ. ഞാൻ ആനന്ദിയൂര് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു. ഞാൻ BCA LF കോളേജ് ഗുരുവായൂരിൽ പഠിച്ചതാണ്. പിന്നെ ഇംപ്രൂവ്മെന്റ് 2-3 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് ലേൺവൈസ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ നൗ PSC സ്റ്റാഫ് സെലക്ഷനും എക്സാംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ. പിന്നെ അംബിഷൻ എന്ന് വെച്ചാല് എനിക്ക് നല്ലൊരു മോട്ടിവേറ്റർ ആണ്, പിന്നെ നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യണം, ഇതൊക്കെയാണ്. താങ്ക് യു. വൈഷ്ണവി മാം, അനസൂയ വളരെ റെഗുലർ ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു ലേണർ ആണ്. പ്രത്യേകം പറഞ്ഞിരിക്കാൻ പറ്റില്ല. മൈ ലേൺവൈസ് ഡേ ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ പോർഷൻസും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ലേണർ ആണ്. അതിൽ സ്പെഷ്യൽ ഒരു കൺഗ്രാറ്റ്സ് ഉണ്ട് അനസൂയ. എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തോളൂ അനസൂയക്ക്. എന്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞാൻ വന്നേക്കണ കൊച്ചിയിലാണ്. ഞാൻ വർക്ക് ചെയ്യാനാണ് IT കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട്. എന്താണ് ഒബ്ജക്റ്റീവ് ഹോബീസ് ഒക്കെ? എന്താണ് അഭിജിത്തിന്റെ ഹോബീസ്? മെയിൻലി വല്ല ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് അടിക്കുക, അല്ലെ ഈ പറഞ്ഞ കോഡിങ്, അതൊക്കെയാണ് മെയിൻലി ഞാൻ ചെയ്യാറ്. ഇടയ്ക്ക് ഈ പറഞ്ഞ ചെസ് കളിക്കാറുണ്ട്. ഡ്രോയിങ് അങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടോ? ഡ്രോയിങ് മാതിരി ഇല്ല. പേരൻസിനോട് പറഞ്ഞാണ് പണ്ടത്തെ പ്രോജക്റ്റ് ആണ് ചെയ്യാറ്. ഡ്രോയിങ്സിലേക്കില്ല. എന്റെ പേര് അജ്മർ. എന്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. പിന്നെ വലുതായിട്ടെന്നെ പറ്റിയൊന്നും പറയാനായിട്ടൊന്നും എനിക്കില്ല. പിന്നെ BCA സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കോഡിങ്, ടെക്നോളജി, AI അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ എന്താ പറയാ, പിന്നെ ഒരു ഡിഗ്രി എടുക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് BCA സെലക്ട് ചെയ്തു. പിന്നെ ലേൺവൈസ് ഇതുവരെ ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ, എന്നാലും മാമും അർച്ചന മാമും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ടാണ്. ഓരോ വീക്കിലി വിളിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചോദിക്കും.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വേണോ ചോദിക്കാം. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ക്ലാസ്സുകളും കൊള്ളാം. ഇത് ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വേറെ താങ്ക് യു അജ്മൽ. അജ്മലിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, ഡ്രീം എന്താണ് BCA കോഴ്സിന് ശേഷമോ അതുപോലെ ലൈഫിൽ എന്താണ് ഒരു ഒബ്ജക്റ്റീവ്? പ്രോപ്പർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഫസ്റ്റ് ടൈം ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടത് എനിക്ക് മാക്സിമം എനിക്ക് എന്തുമാത്രം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് വയ്ക്കുമ്പോൾ ഒരു എന്ത് പറയാ, നമുക്ക് എങ്ങും എത്തില്ല എന്നൊരു തോന്നൽ വരും ഒരു പോയിന്റ് ആകുമ്പോൾ. അപ്പോൾ പിന്നെ എനിക്കൊരു നല്ല രീതിയിൽ ഒരു നല്ല കരിയറിനായിട്ട് വേണ്ടി ഞാൻ ഫസ്റ്റ് ഗോള് ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു നല്ല കരിയർ ഐ ടി ഫീൽഡാണ്, ഞാൻ കോഡിങ് ഫീൽഡായിരിക്കും എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതൽ. സോ അതുമായിട്ട് റിലേറ്റഡ് നല്ലൊരു കരിയർ ചൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ BCA എൻ്റെ പേര് അഷിത. ഞാൻ തൃശ്ശൂരാണ്. BCA എടുക്കാൻ കാരണം ഞാൻ ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു, അത് ഡ്രോപ്പ് ചെയ്തു. ഡിപ്ലോമ എന്തായാലും ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി, അങ്ങനെയാണ് BCA എടുത്തത്. പിന്നെ ഹസ്ബൻഡ് MC ആണ്, അങ്ങനെയാണ് BCAയിലേക്ക് വന്നത്. അഷിത അതുപോലെ തന്നെ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലേണർ ആണ്. ഫ്രീക്വന്റ്ലി ഡൗട്ട്സ് ഒക്കെ ചോദിക്കുകയും പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോകുന്ന, അതായത് BCA അത്രമാത്രം കംപ്ലീറ്റ് ചെയ്യണമെന്ന് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലേണർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ തുടർന്ന് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ജോബ് കിട്ടണം എന്നുള്ള ഇൻട്രസ്റ്റോടെയാ വന്നതെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇനിഷ്യലി ഓൺ ബോർഡിംഗ് സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാരേജ് റിയലൈസ് ചെയ്തതിൽ വന്നാണ് എങ്ങനെയെങ്കിലും ഒരു ജോബ് വേണം എന്നുള്ളത്. ഓക്കെ വൈഷ്ണവി മാം, എന്നാ നമുക്ക് ഇനി ഒരു ഗെയിമിലേക്ക് പോയാൽ? ഗെയിമിലേക്ക് പോവാം അല്ലെ? ഗെയിം കളിക്കാൻ ഓക്കെ ആണോ? നമ്മൾ ഇനി ഒരു ഗെയിമിലേക്കാണ് പോകുന്നത്, ഒരു ഫൺ ഗെയിം ആയിട്ടാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 ട്രൂത്ത് 1 ലൈ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഗെയിമിന്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കുവാണെങ്കിൽ 3 ഷോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഓരോ ലേണേഴ്സും പറയുക. ഓക്കെ, അപ്പം എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ 3 ഷോർട്ട് സ്റ്റേറ്റ്മെന്റ്സിൽ 2 എണ്ണം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം സപ്പോസ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുവാണെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയും, അതിൽ 2 എണ്ണം എന്നെ ഡിപ്പെൻഡ് ചെയ്തത് കറക്റ്റ് ആയിരിക്കും, ഒരെണ്ണം റോങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് മറ്റ് ലേണേഴ്സ് അത് ഐഡന്റിഫൈ ചെയ്ത് നമ്പറിങ് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എങ്കിൽ അതിന് നമ്പർ കൊടുക്കുക, ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പൊ സെക്കൻഡ് ആണ് റോങ് ആയിട്ട് ഫീൽ ചെയ്തെങ്കിൽ സെക്കൻഡ്, അങ്ങനെ നമ്പർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വണ്ണ് വരുന്നത് ഐ ഹാവ് ട്രാവൽഡ് ടു 5 ഡിഫറെന്റ് കൺട്രീസ്. അപ്പം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ സെക്കൻഡ് വൺ ഐ സ്പീക്ക് 3 ലാംഗ്വേജസ് ഫ്ലുവൻലി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ ഐ വോൺസ് വോൺ എ ബേക്കിംഗ് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇപ്പൊ ഞാനാണ് ഇത് പറയുന്നതെങ്കിൽ ഞാൻ ഈ 3 സ്റ്റേറ്റ്മെന്റ് പറയും. അപ്പൊ നിങ്ങൾ പറയണം ഇതിലേതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റെന്നുള്ളത് പറയണം. ഓക്കെ, അപ്പൊ ഇതാണ് കോമ്പറ്റീഷൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനിഷ്യലി ആരാ വരിക? ഞാനിപ്പോ ഇപ്പം നിങ്ങളിൽ ഒരാള് മുന്നോട്ട് വരും, ഇനിഷ്യലി മുന്നോട്ട് വരും. അപ്പം അതില് വരുന്ന ആള് 3 സ്റ്റേറ്റ്മെന്റ്സ് പറയണം, സെൽഫ് ബേസ്ഡ് ആയിട്ട്. ഓക്കെ, നമ്മളെ തന്നെ പറ്റി 3 സ്റ്റേറ്റ്മെന്റ് പറയണം. അതിൽ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടായിരിക്കണം പറയേണ്ടത്, ഒരെണ്ണം റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ മറ്റു ലേണേഴ്സ് ചാറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്ത് പറയും, ഇതിൽ ഏതായിരിക്കും റോങ് എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയുക. ഇതാണ് ഗെയിം. ഓക്കെ, ക്ലിയർ ആണോ? എൻ്റെ ഏജ് 23 ആണ്. പിന്നെ വേറെന്തുണ്ട്? എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മൈ ഏജ് ഈസ് 23. I don't currently have any occupation. I don't have any occupation currently. പിന്നെ വേറെന്തുണ്ട്? ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയാം, ഒരെണ്ണം കൂടി.
I am mm, I am sitting in my room. അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കള്ളം എന്നാണ് തോന്നുന്നത്? ആദ്യത്തെ ആണോ, രണ്ടാമത്തെ ആണോ, മൂന്നാമത്തെ ആണോ? സെക്കൻഡ് വൺ. ആൽവിൻ പറഞ്ഞു സെക്കൻഡ് വൺ. അതായത് കറന്റ്ലി അജ്മലിന് ജോലി ഇല്ല എന്നുള്ളതാണ് കള്ളം എന്ന്. മൂസിനെ ഫസ്റ്റ് വൺ പറഞ്ഞു കേട്ടോ. കുറെ പേര് ഫസ്റ്റ് വൺ പറഞ്ഞു. ഓക്കെ. 23 വയസ്സാന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അപ്പൊ ആൾക്കാർക്ക്? എന്ത് ജനങ്ങളാണ്. സെക്കൻഡ് ഫസ്റ്റ്. അജ്മൽ ഏതാണ് കള്ളം? ഫസ്റ്റ് ആണ് കള്ളം. ഫസ്റ്റ് വൺ ആണ് കള്ളം. അതെ. ഓക്കെ. ഫസ്റ്റ് വൺ പറഞ്ഞവര് കുറെ പേരുണ്ട് കേട്ടോ നമ്മളിൽ. ധനു, കൃഷ്ണ, പിന്നെ വിശാഖ്, അൻസില്, അനഘ, അഭിജിത്ത്, ദിലു, മൂസിന, കുറെ പേര് ഫസ്റ്റ് വൺ ഗസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ. കൺഗ്രാറ്റുലേഷൻസ്. അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കൂടുതലാണോ തോന്നിക്കുന്നത്? അല്ല, ഏജ് അതിൽ കൂടുതലാണോ തോന്നണോ അറിയാറുണ്ട്. അപ്പൊ ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആൽബിൻ. എത്രയാണെന്ന് ചോദിക്കുന്നു. വയസ്സ് 20 ആണ്. പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ ആൽബിൻ. അങ്ങനെയൊന്നും അത് പരസ്യമായിട്ട് കുഴപ്പമില്ല. ചോദിക്കരുത്. കുഴപ്പമില്ല. കുഴപ്പമില്ല. ശരി. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് ആരാ വരുന്നത്? ഞാൻ ഡാൻസർ ആണ്. ഞാൻ സ്റ്റുഡന്റ് ആണ്. ഒരെണ്ണം. പിന്നെ എന്തോ പിന്നെ ഒരു സെന്റൻസ് പറഞ്ഞോളൂ. എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറ. 3 എണ്ണം. ഞാൻ വരയ്ക്കും. വരയ്ക്കും. ഓക്കെ. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് റോങ് ആയിട്ട് തോന്നിയത്? റോങ് ആയിട്ട് തോന്നിയ സ്റ്റേറ്റ്മെന്റ്? അജ്മൽ 3 പറഞ്ഞു. തേർഡ് ആണ് പറയുന്നത്. തോമസ് ഊട്ടി, അർഷിത. അതെ, എന്തായാലും കുറെ മെഡൽ. ആൽബിൻ നല്ല ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറെ മെഡലും ട്രോഫിയും ഒക്കെ ഉണ്ട്. അപ്പൊ ഡാൻസർ ആണെന്ന് ഉറപ്പാണ് ഇത്ര. വരയ്ക്കുന്നതിനും ആവാ ആൽബിൻ. പറയാൻ പറ്റില്ല നമുക്ക്. 1 ഓക്കെ. 3. കുറെ പേര് 3 എന്ന് പറയുന്നുണ്ട്. കുറെ പേര് ഫസ്റ്റ്, സെക്കൻഡ്. മിക്സ്ഡ് ആണ് കേട്ടോ ഇപ്രാവശ്യത്തെ ആൻസർ. ഏതാണ് അഞ്ജിത കള്ളം? തേർഡ് വൺ ആണ്. വരയ്ക്കുന്നു പറഞ്ഞതാണ് കള്ളം. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഡാൻസർ ആണോ? ആണ്. ഓക്കെ. ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും പഠിക്കുന്നുണ്ടോ ഡാൻസ്? ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഓക്കെ. ഏതിലാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്? ക്ലാസിക്കൽ. ക്ലാസിക്കൽ. പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ടോ സ്റ്റേജില്? ചെയ്യാറുണ്ട് മാം, ചെയ്യാറുണ്ട്. റീസെന്റ് ചെയ്ത ഏതായിരുന്നു? റീസെന്റ് ഇപ്പോ AKG സെന്ററിൽ വെച്ചിട്ട് ഉണ്ടായിരുന്നു ഒരു പ്രോഗ്രാം. അപ്പം ഇനിയിപ്പോ നെക്സ്റ്റ് മന്തും ഉണ്ട്. ഒരു ആക്റ്റീവ് ഡാൻസറും കൂടിയാണ് അല്ലേ? ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ പറയേണ്ടത്, അല്ലാതെ ഇപ്പൊ എങ്ങനെയായിരുന്നു? ഞാൻ ഫുള്ള് കേട്ടില്ലായിരുന്നു. ഒരു റോങ് സ്റ്റേറ്റ്മെന്റും പറയണം. ഒരു കറക്റ്റും ബാക്കിയെല്ലാം റോങ്ങും പറയണം. 2 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഒരു റോങ് സ്റ്റേറ്റ്മെന്റ്. 2 കറക്റ്റ്, ഒരു റോങ്. റോങ് ഏതാണെന്ന് മറ്റുള്ള ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ പറയുന്നുണ്ടോ? ആലോചിക്കുവാണോ? ആലോചിക്കാം. ഞാനിപ്പോ ജോബ് സൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഫുള്ള് കേൾക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ഓക്കെ മാം. എന്നാ നമുക്ക് ഇതിലിപ്പോ തൽക്കാലത്തേക്ക് ആരുടെങ്കിലും കയ്യിൽ ഉണ്ടോ 2-3 സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ജനൻ അപ്ലേക്ക് ആലോചിക്കട്ടെ. സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പറഞ്ഞോളൂ. My house is situated in Calicut. My age is 20. I'm so interesting in BCA. ഇതിൽ ഏതാണ് സെക്കൻഡ് വൺ? മുസ്ലിം പറഞ്ഞു സെക്കൻഡ് വൺ. 1, 3, തേർഡ്. BCA താല്പര്യമില്ല എന്നാണോ അമീൻ പറയുന്നത്? അപ്പോ സെക്കൻഡ് വൺ. മെജോറിറ്റി സെക്കൻഡ്.
3, 1, 2. സെക്കൻഡ്. എനിക്ക് സെക്കൻഡ് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും രണ്ടാമത്തെയാണ് സെക്കൻഡ് പറയുന്നത്. ഇതിൽ ഏതാണ് അല്ല കറക്റ്റ് ദിൽഷാദ്? ഫൈനൽ കറക്റ്റ് ഏതാണ് സെക്കൻഡ് കള്ളം? തന്നെയാണ്. സെക്കൻഡ് ആണ് കള്ളം. ആ ഓക്കെ. എന്തായിരുന്നു സെക്കൻഡ്? എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? ഏജ് 20 ആണ്. 20 ആണുള്ളത്. ഓക്കെ. നിങ്ങൾ കാണാണ്ട് എങ്ങനെയാ സെക്കൻഡ് വൺ ഗസ് ചെയ്തു? ദിൽഷാദിനെ ആർക്കും കാണാനേ പറ്റുന്നില്ല. ഓക്കെ, സൂപ്പർ. ഇനി നമുക്ക് കുറച്ചും കൂടി പേര് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ അർച്ചന? യെസ് അല്ലെ? എന്നിട്ട് നമുക്ക് അടുത്ത ഗെയിമിലേക്ക്. ഇപ്പൊ ബാക്കിയുള്ളവരെ ആൾക്കാർ introduce കുറച്ചും കൂടി ആക്റ്റീവ് ആയി തുടങ്ങി എല്ലാവരും. അതെ. നെക്സ്റ്റ് ആരാ മുന്നോട്ട് വരിക? അർച്ചനമ്മ ഇപ്പൊ പേര് വിളിക്കൂട്ടോ എല്ലാവരുടെയും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാവില്ല അത് കേട്ടോ. എങ്കിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ആയിട്ടെ. അർച്ചന പേര് വിളിച്ചോളൂ. ജെറിൻ പറയും. യെസ് ജെറിൻ. എന്റെ പേര് ജെറിന്. ഞാൻ ഇപ്പം ബാംഗ്ലൂരിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം +2 കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ എടുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് എടുത്ത് അങ്ങനെ ബാംഗ്ലൂരിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം ഇപ്പം ബാംഗ്ലൂരിലാണ്. ഇപ്പം ജോലിയൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഫുള്ള് നൈറ്റ് ഫുള്ള് വർക്കാണ്. അങ്ങനെ വിചാരിച്ചു പിന്നെ ഒരു IT ഫീൽഡിലോട്ട് ചാടാന്ന്. അപ്പോൾ നോക്കിയപ്പോ ഒരു ഡിഗ്രി എടുക്കാന്ന് ആലോചിച്ചു. അങ്ങനെ ഗൂഗിളിനകത്തൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ലേൺവൈസ് ഒക്കെ കുറെ ലേൺവൈസിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ ലേൺവൈസിലോട്ട് ചേർന്നു. ഇപ്പം എങ്ങനെ ഞാൻ ഇപ്പം ജോലി ഇപ്പം റിസൈൻ ഇപ്പം ചെയ്തിട്ട് ഇപ്പം ഡിഗ്രിയിലോട്ട് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇപ്പം ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം റിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പം നാട്ടിലോട്ട് ഞാൻ തിരിച്ചു വരുക. ജെറിന്റെ കേസില് ഒരു ഇനിഷ്യലി ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്ത് പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് പോയിട്ട് വീണ്ടും BCAയിലേക്ക് വന്ന ഒരു ലേണറാണ്. അപ്പം ഈ ഒരു കോഴ്സ് വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള ആ ഒരു പ്രോസസ്സുകൾ നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഇപ്പൊ പിന്നെ റെഗുലർ ടൈം ഫുള്ളൊന്നും ടൈം ഫുള്ളായിട്ട് കിട്ടാറില്ല. അതാ ഞാൻ വിചാരിച്ചങ്ങ് ജോലി റിസൈൻ ചെയ്തിട്ട് പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യാന്ന്. പിന്നെ ഒരു IT ഫീൽഡിലോട്ട് പിന്നെ ഇപ്പൊ താല്പര്യമുണ്ട്. ഇവിടെ പിന്നെ ശനി ഞായറും ലീവ് കിട്ടാറില്ല. അതുകൊണ്ട് പിന്നെ IT ഫീൽഡിൽ പോയി അതെങ്കിലും കിട്ടുമല്ലോ. അത് വിചാരിച്ചാൽ IT ഫീൽഡിലോട്ട് പോകാന്ന് വിചാരിച്ചത്. ഓക്കെ. അപ്പൊ സ്റ്റഡീസിൽ തന്നെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ആരാണ് വരിക? പറഞ്ഞോളൂ. ഇൻട്രൊഡക്ഷൻ ആണ് പറയേണ്ടത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സും ഒക്കെ പറയാം. പറഞ്ഞോളൂ. എന്റെ പേര് ആദില്. വരാം. പറഞ്ഞോളൂ. എന്റെ പേര് ആദില്. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ BCA എടുത്ത് പഠിക്കാൻ പോയി, എന്നിട്ട് അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേ. അതെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കോച്ചിങ്ങിന് പോകുന്നുണ്ട് SSCയുടെ. അതിലോട്ട് കൂടുതൽ നോക്കാൻ വേണ്ടിയാ. ഇപ്പൊ ലേൺവൈസിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഒരു ജേർണിയെ പറ്റി പറയാമോ? ഓൾറെഡി ജോയിൻ ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തതല്ലേ? പറഞ്ഞോളൂ. നല്ല എക്സ്പീരിയൻസ് ആണ്. ക്ലാസ് ഒക്കെ നല്ല മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പം ഇപ്പോൾ ഉള്ള ആ ഒരു എന്തൂസിയാസം എന്താ അതേപോലെ രീതി മുന്നോട്ട് കൊണ്ട് കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഒബ്ജക്റ്റീവ്? എന്താണ് ഡ്രീം? എന്താണ്? SSC എഴുതിയെടുക്കണ്ട. ഓക്കെ. ഇപ്പൊ രണ്ടും ഈക്വലി പാരലലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? ജസ്റ്റ് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും അതുപോലെ അംബീഷനും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യാം ഓപ്പൺ ആയിട്ട്. ബാച്ച്മേറ്റ്സ് അല്ലേ ഉള്ളൂ. ഓക്കെ. അൻസഫ്, ഇൻട്രൊഡക്ഷൻ പറയാമോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാമോ? ആൽബിൻ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു അർച്ചന. ആൽബിൻ റെഡി ആണോ പറയാൻ? റെഡിയാണ് മാഡം. കേൾക്കുന്നുണ്ടോ? ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. കേക്കാം പറഞ്ഞോളൂ. എന്റെ പേര് ആൽബിൻ വർഗീസ് എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. കണ്ണൂർ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലം. കുറച്ച് ഉൾപ്രദേശം, അപ്പം റേഞ്ച് കുറച്ച് ഇഷ്യൂ ഉണ്ട്. കേൾക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 4 വർഷമായി. 4 വർഷത്തിനിടയ്ക്ക് ആർമിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈമിൽ എക്സാം പാസ്സായി. അപ്പം ഫിസിക്കൽ പാസ്സായി, എക്സാമിൽ പോയി. സെക്കൻഡ് ടൈമിൽ ഫിസിക്കലും എക്സാമും പാസ്സായി, മെഡിക്കലും പാസ്സായി. അങ്ങനെ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഫെയിൽ ആയോ ചെയ്തത്. ഇപ്രാവശ്യം
എക്സാമും ഫിസിക്കലെല്ലാം പൈസയായി. പക്ഷെ ഒരു വണ്ടിയിൽ നിന്ന് വീണ ആക്സിഡന്റ് ആയതുകൊണ്ട് അങ്ങനെ മെഡിക്കൽ ഫെയിലായി. അപ്പം എത്രയും നാളൊന്നും പഠിക്കാതിരുന്നോണ്ട് അങ്ങനെ ഒരു ഡിഗ്രി എടുക്കണമെന്ന് വെച്ച് ലേൺവേസ് ചൂസ് ചെയ്തതാണ്. ഇഗ്നോ ചൂസ് ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ പോളിടെക്നിക് ഡിപ്ലോമ ചെയ്യുന്നുണ്ട് KMCT കോഴിക്കോട്. അപ്പൊ ഇപ്പൊ ലേൺവേസ് എടുത്തതെന്ന് വെച്ചാൽ പഠിക്കാൻ കുറച്ചുകൂടി ഒരു മെന്ററിന്റെ സഹായം ഉണ്ട്. ഇപ്പൊ അർച്ചന എപ്പോഴും എന്നെ വിളിക്കലുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കലുണ്ട്. കാര്യം ഒരു കറക്റ്റ് ടൈം 8:30 അർച്ചന വിളിക്കുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 8:30 ആകുമ്പോൾ അർച്ചന വിളിക്കാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും. പക്ഷെ ഞാനിതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഇന്റേണൽ എക്സാം ഒക്കെ ആയിരുന്നു പോളിടെക്നിക്കിന്റെ. അപ്പം അതുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അച്ഛനും പക്ഷെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് എന്തൊക്കെ വായിച്ചു എന്തൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷെ ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്ന് കരുതുന്നു. താങ്ക് യു. ടെക്നിക്കിന്റെ എക്സാം നടക്കുന്നോണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇനിയുള്ള ടൈം എക്സാംസ് കഴിയാറായോ? എക്സാം കഴിഞ്ഞു. 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. എക്സാം കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ റൂമൊന്നും അങ്ങനെ സെറ്റ് ആയിട്ടില്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ റൂമിലൊക്കെയാണ് നിൽക്കുന്നത് ഇപ്പം പഠിക്കുന്നിടത്ത്. അപ്പം അതുകൊണ്ടൊക്കെ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു. അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് സ്റ്റഡീസിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ഗെയിം ഡീകോഡ് ആൻഡ് ഡിസ്കവർ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ലോഗോസ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ലോഗോസ് ഡിസ്പ്ലേ ചെയ്യും. അപ്പം അത് ഏത് ബ്രാൻഡ് അല്ലെങ്കിൽ ഏത് കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലോഗോ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഗെയിം. ഓക്കെ, ഒരു 10 സെക്കൻഡ്സ് നമുക്ക് ആ ഒരു ലോഗോ കാണാനായിട്ട് പറ്റും. എന്നിട്ട് അത് പറയണം ഏതാണ്, ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോഗോ ആണ്. ഓരോ കറക്റ്റ് ആൻസറിന് 1 പോയിന്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യലി നമുക്ക് ഇവിടെ ഒരു ലോഗോ തന്നിട്ടുണ്ട്. ഇത് ഏതിന്റെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? ഓഡിബിൾ അല്ലേ? സ്പോട്ടിഫൈ ആണോ? ഓക്കെ, എനി അതർ ഗസ്സസ്? സ്പോട്ടിഫൈ ആണ്. സ്പോട്ടിഫൈ ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാരും തന്നെ സെയിം ആൻസർ ആണ്, സ്പോട്ടിഫൈ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പോസ്റ്റ്. ഓക്കെ, ഇനി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഓക്കെ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇന്ത്യൻ പോസ്റ്റിന്റെ ഒരു ലോഗോ തന്നെയാണത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് ഏതിന്റെ ലോഗോയാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്. വേറെ ഏതെങ്കിലും ബാങ്കിന്റെ ആണോ, അല്ലെങ്കിൽ വേറെ എന്തുമായിട്ടേലും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ ഈ ഒരു ലോഗോ? ഓക്കെ, നമുക്ക് നോക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് തന്നെയാണ്. ഇത് എന്തിന്റെ ലോഗോയാണ്? കറക്റ്റ് ആണ്. എല്ലാരും തന്നെ കറക്റ്റ് ആൻസേഴ്സ് ആണ് പറയുന്നത്. ഒരാൾ പോലും റോങ് ആൻസർ പറയുന്നില്ല. ഓക്കെ, ഈ ലോഗോ എന്തിന്റെ ആണെന്ന് ഐഡന്റിഫൈ. മഹേന്ദ്ര. വേറെ ഏതെങ്കിലും കമ്പനിയുടെ ആണോ ഇത്? ഉറപ്പാണോ മഹീന്ദ്രയാണ്? ഉറപ്പാണ്, എല്ലാവർക്കും ഉറപ്പാണ്. ആണെന്ന് തോന്നുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. മഹീന്ദ്ര കറക്റ്റ് ആൻസർ ആണ്. ഇത് ഏതിന്റെ ലോഗോയാണ്? എയർടെൽ. ഓക്കെ, നമുക്ക് നോക്കാം. എയർടെൽ തന്നെയാണ്. ഇത് എന്തിന്റെ ലോഗോയാ? സ്റ്റാർ ഹെൽത്ത്. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ്? അതെ, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ലോഗോ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് എന്തിന്റെ ലോഗോയാ? കറക്റ്റ് ആൻസർ ആണ്. അലൻസൊള്ളിയുടെ ലോഗോ ആയിരുന്നു നമ്മൾ കണ്ടത്. ഇത് എന്തിന്റെ ലോഗോയാ? ഓക്കെ, എല്ലാവർക്കും വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസേഴ്സ് എല്ലാം അറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് എന്തിന്റെ ലോഗോ? അതെ, ഇലക്ട്രിക് ഓപ്ഷൻസ് ഉണ്ടോ?
ഓക്കെ, നമുക്ക് നോക്കാം. ഏതറിന്റെ തന്നെയാണ്. ഏതർ എനർജി എന്ന് പറയുന്ന റിലേറ്റ് ചെയ്താണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഒരു നെക്സ്റ്റ് ഒരു ഗെയിം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കറക്റ്റ് ആൻസേഴ്സ് ആണ് പറഞ്ഞു. ഒരാൾ പോലും ഒരു റോങ് ആൻസർ പറഞ്ഞില്ല. ഓക്കെ, അപ്പം ഓരോ ലേണേഴ്സും അത്രമാത്രം ഇന്റലിജന്റ് ആണ് എന്നുള്ളത്, അത്രമാത്രം സറൗണ്ടിങ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലേ മാം? അതെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റിമൈനിങ് സ്റ്റുഡൻസിനെ പരിചയപ്പെടാം. ഇനി ഒരു ആരൊക്കെ 5 ഇൻട്രൊഡ്യൂസ് പേരും കൂടി മുന്നോട്ട് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ 5 പേര് വരണം. നമ്മൾ വിളിക്കാനുള്ള സാഹചര്യം ഒരുക്കരുത്. നിങ്ങളായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചടപടെന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അർജുൻ, അരുൺ ഇവരൊക്കെ മുന്നോട്ട് വരൂ. ദിൽഷാദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ പേര് ദിൽഷാദ് എന്നാണ്. ഞാൻ കോഴിക്കോട് കുന്നമംഗലത്താണ് വീട്. ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതാണ്, BCAക്ക് ഇഗ്നോയില്. അപ്പോൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോം നോക്കി. അപ്പോൾ പലരും അന്വേഷിച്ച് നോക്കി. അപ്പോൾ അതിൽ ലേൺ വൈസ് ആണ് ഞാൻ മൊത്തത്തിൽ അന്വേഷിച്ചപ്പോൾ എല്ലാം കൊണ്ടും ലേൺ വൈസിനെ ചൂസ് ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ ഞാൻ അതിലങ്ങനെ ജോയിൻ ചെയ്ത് ഫസ്റ്റത്തെ ഒരു സെഷനിലാണ് ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ നല്ല രൂപത്തിലൊരു IT കരിയറാണ് ആഗ്രഹിക്കുന്നത്. അതിന് ലേൺ വൈസിന്റെ സപ്പോർട്ടും അതോടൊപ്പം എന്താ പറയുക, എൻ്റെ ഹാർഡ് വർക്കും കൂടി ചേരുമ്പോൾ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ദിൽഷാദ്, ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു എന്തൂസിയാസം കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നെക്സ്റ്റ് നന്ദകുമാർ. ഹലോ, പറഞ്ഞു. എൻ്റെ പേര് നന്ദകുമാർ. ഞാൻ ആക്ച്വലി തൃശ്ശൂരാണ് എൻ്റെ പ്ലേസ് വരുന്നത്. ഞാനിപ്പോൾ ഒരു 3 വർഷം ജാവ ഡെവലപ്പറായിട്ട് തൃശ്ശൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കൊച്ചിയിലേക്ക് മാറി. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തന്നെ IT സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഡിഗ്രി ഞാനൊരു ഡിപ്ലോമ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ 3 കൊല്ലത്തെ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് കയറിയപ്പോഴാണ് ഡിഗ്രിയുടെ ഒരു ഇമ്പോർട്ടൻസ് കാര്യമായിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ MNC കമ്പനികളിലും നമുക്ക് ഡിഗ്രിയുടെ ഒരു റിക്വയർമെന്റ് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ കുറെ യൂണിവേഴ്സിറ്റികൾ നോക്കി. അപ്പോൾ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി നമുക്ക് വാല്യൂ ബേസിലൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഇഗ്നോ നന്നായിട്ട് തോന്നി. അങ്ങനെ കുറച്ചും കൂടിയും ഇഗ്നോ ഒരു സപ്പോർട്ട് ഇല്ലാതെ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടിയും റിസോഴ്സും അതുപോലെ സപ്പോർട്ടും ഒരു പ്ലാറ്റ്ഫോം നോക്കി ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ലേണേഴ്സിനെ കുറിച്ച് കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് DTM എന്ന് പറഞ്ഞിട്ട് മാമിനെ കോൺടാക്ട് ചെയ്തു. DTM ത്രൂ ആണ് ഞാൻ ലേൺ വൈസിൽ കയറി എൻ്റർ ആയത്. ഓക്കെ, അപ്പൊ പുതിയൊരു ജോബ് ഷിഫ്റ്റ് വന്നതോടുകൂടി ക്ലാസ്സുകൾ ഇച്ചിരി ഒന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. റിക്കവർ ചെയ്ത് വന്നു. ഞാനിപ്പോ മാക്സിമം കാണാൻ ശ്രമിക്കുന്നുണ്ട്. ട്രാവലിംഗ് ടൈമിലായിരിക്കും കൂടുതൽ എനിക്ക് നോക്കാൻ പറ്റാറുള്ളത്. പിന്നെ സാറ്റർഡേയ്സ് ഒക്കെ സെക്കൻഡ് സാറ്റർഡേയ്സ് ആണ് കൂടുതലും എനിക്ക് ഇത് വരുന്നത്, ലീവായിട്ട് വരുന്നത്. വീക്കെൻഡ്സിലും കാണാറുണ്ട്. എന്നാലും ആ ഷിഫ്റ്റിങ്ങിന്റെ ഒരു ഇതിലായിരുന്ന ടൈമിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം ക്ലാസ്സുകൾ കാണുക, ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഓക്കെ, നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. മാം, നമുക്ക് നെക്സ്റ്റ് അടുത്ത ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, സോ ഈ ഒരു ഗെയിമിന്റെ പേര് ഗ്രാബ് ആൻഡ് റൺ അല്ലെങ്കിൽ വിർച്വൽ സ്കാവഞ്ചർ ഹണ്ട് നമുക്ക് സ്റ്റൈലിൽ വിളിക്കാം. ഓക്കെ, ഇതില് എന്താണ് ആക്ച്വലി എന്ന് വെച്ചാല് നമ്മള് ഒരു സാധനത്തിന്റെ ഇമേജ്, ഓക്കെ, സാധനം ഒരു ഒബ്ജക്റ്റിന്റെയോ എന്തെങ്കിലും ഒരു കപ്പ്, പേന അല്ലെങ്കിൽ ഒരു ക്യാമറ, എന്തെങ്കിലും ഒരു ഇമേജ് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുക്കും. ഓക്കെ, അത് നിങ്ങളുടെ ചുറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത് വന്നിട്ട് ക്യാമറയിൽ കാണിക്കണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പൊ ബോട്ടിലിന്റെ ഒരു ഇമേജ് ആണ് സ്ക്രീനിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ബോട്ടിൽ എടുക്കുക, എന്നിട്ട് ഞാനിങ്ങനെ സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, ഇതാണ് ഗെയിം. അപ്പൊ എല്ലാവരും റെഡി ആണോ ചെയ്യാൻ? ഇത് നമ്മുടെ ലാസ്റ്റ് ഗെയിം ആണ്. എല്ലാവരും മാക്സിമം ക്യാമറ ഓൺ ആക്കിക്കേ. കാണട്ടെ ഒന്ന് ഞാന്. ക്യാമറ ഓൺ ആക്കിക്കോ എല്ലാവരും. ഇപ്പൊ എനിക്ക് 5 6 പേരെ സ്ക്രീനിൽ കാണുന്നുള്ളൂ. ലാസ്റ്റ് ഗെയിം ആയതുകൊണ്ട് മാക്സിമം എല്ലാവരും ക്യാമറ ഓൺ ആക്കിക്കേ. ക്യാമറ ഓൺ ആക്കാൻ നമുക്ക് ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. അതെ, ഓൺ ആക്കിയാൽ മാത്രം, നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് ഇതിലൊക്കെ കാണാൻ പറ്റുള്ളൂ ആർക്കൊക്കെ സാധനങ്ങൾ കിട്ടി എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ
സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗെയിം അങ്ങനെയാണെങ്കിൽ. ഓക്കെ നമുക്ക് ഓക്കെ, സോ ഫസ്റ്റ് സാധനം കപ്പ്. ഓ, അജ്മലിന്റെ അടുത്ത് തന്നെ കപ്പ് ഇരിപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. വേറെ ആർക്കും കപ്പില്ല എടുക്കാൻ? അടുക്കളയിൽ ഓടിപ്പോയി എടുക്കൂ കപ്പ്. ഇങ്ങനെ ഇരിക്കില്ല അവിടെ തന്നെ. എല്ലാരും സീറ്റിൽ നിന്ന് എണീറ്റ്. മാക്സിമം ഈ കപ്പ് ഗെയിം അതിനാണ് മെയിൻലി. ഇങ്ങനെ സീറ്റിലിരുന്ന് ചിരിക്കാനല്ല ഗെയിം. എല്ലാരും ഓടിപ്പോയി എടുത്തേ. മാം ഇവിടെ കട്ടിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ അതൊക്കെ ഉള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ എന്താ സൈറ്റിൽ നിൽക്കുന്നവര്? സൈറ്റിൽ നിൽക്കുന്നവര്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ കപ്പ്? ആരും കാണിക്കുന്നില്ലല്ലോ കപ്പ്. അഭിജിത്ത് എടുത്തു, അഞ്ജിത എടുത്തു, ഓക്കെ. അരുൺ എടുത്തു കൊണ്ടുപോയിട്ട്, ഓക്കെ. സഫദ കപ്പ് എടുത്തു, വെരി ഗുഡ്. നമുക്ക് അടുത്ത സ്ഥാനത്തിലേക്ക് പോവാം. കലണ്ടർ പെട്ടു. അയ്യോ, എവിടുന്ന് ഒപ്പിക്കും കലണ്ടർ? അനഘ കാണിക്കുന്നുണ്ട്. അഭിജിത്ത് എവിടുന്നൊക്കെയോ ഒപ്പിച്ചു കൊണ്ടിരുന്നുണ്ട്. കുഴപ്പമില്ല ദിൽഷർ, കുഴപ്പമില്ല. സഫദ കലണ്ടർ കാണിക്കുന്നുണ്ട്. പിന്നെ അരുൺ കാണിച്ചു. അഭിജിത്ത് കാണിച്ചിട്ടുണ്ട്, ഓക്കെ. ഓക്കെ, മാക്സിമം എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഒരു ഡയറി, ഒരു നോട്ട്ബുക്കോ Diary no- എന്തെങ്കിലും. പക്ഷെ അതിൽ ലേൺ വൈസ്ന്ന് എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. ലേൺ വൈസ്ന്ന് എഴുതി എന്തെങ്കിലും ബുക്ക് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? അഞ്ജിത എന്തോ കാണിക്കുന്നുണ്ട്. പക്ഷെ ലേൺ വൈസ് ഉണ്ടോ അഞ്ജിത അതില്? ഉണ്ട്, ഓക്കെ. കമ്പ്യൂട്ടർ. ഓക്കെ, ഫൈൻ. ഓക്കെ, കുറച്ചു പേരൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സഫ കാണിച്ചു, അഷിത കാണിച്ചു. ഓക്കെ, അടുത്തത് മെഷറിംഗ് ടേപ്പ്. ഇത് നിങ്ങൾ കുറച്ച് പെടും, മെഷറിംഗ് ടേപ്പ് കിട്ടാൻ. എവിടുന്ന് ഒപ്പിക്കും മെഷറിംഗ് ടേപ്പ്? അഞ്ജിതയുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അഞ്ജിത ഓടിപ്പോയി എടുക്കുന്നുണ്ട്. മെഷറിംഗ് ടേപ്പ് ഉണ്ടോ ആരുടെയെങ്കിലും കയ്യില്? സ്കെയിൽ, അജ്മൽ സ്കെയില് കാണിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കാണുന്നില്ലേ? measuring tape. ഇല്ല. എന്നാ പിന്നെ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം അർച്ചന മാം. ടൂത്ത് പേസ്റ്റ് ആണ് എടുത്തത്. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, ടൂത്ത് പേസ്റ്റ്. അജ്മലെ ടൂത്ത് പേസ്റ്റ് ഇല്ലേ കയ്യില്? പല്ലൊന്നും തേക്കാറില്ലേ? അനഘ എടുത്തോണ്ട് വന്നു. എല്ലാരും മാക്സിമം ക്യാമറാസ് ഒക്കെ ഓൺ ആക്കിയിട്ട് അതെ അതെ, തന്നെ ക്യാമറ ഓൺ ആക്കി വെച്ച് എല്ലാവരും. അജ്മൽ എടുത്തോണ്ട് വന്നു കോൾഗേറ്റ്. ഓക്കെ, അഭിജിത്ത് എടുത്തോണ്ട് വന്നു കോൾഗേറ്റ്. എല്ലാരും കോൾഗേറ്റിന്റെ ആൾക്കാരാന്ന് തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത സ്ലൈഡ്. എന്തെങ്കിലും മഞ്ഞ കളറിൽ, എനിത്തിങ് ഇൻ യെല്ലോ കളർ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പാ. ഓക്കെ, ഹൈലൈറ്റർ കാണിച്ചു അജ്മല്. അനഘ എന്തോ തലാണ്, എന്താ അത് കവർ കാണിക്കുന്നുണ്ട്. തോമസ് ഊട്ടി ബുക്ക് കാണിക്കുന്നുണ്ട്. അഭിജിത്ത് ക്യൂബ്, ഓക്കെ, റുബിക്സ് ക്യൂബ് കാണിക്കുന്നുണ്ട്. അഞ്ജിത എന്താ പെണ്ണിന്റെ കളർ കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ സാനിറ്റൈസർ. അപ്പൊ എല്ലാവരുടെയും ഉണ്ട് മഞ്ഞ കളർ. സാനിറ്റൈസർ ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാണാൻ, പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ സാനിറ്റൈസർ നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അരുണിന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ സാനിറ്റൈസർ. അരുൺ എന്തോ കാണിക്കുന്നുണ്ട്. അഞ്ജിതയുടെ കയ്യിലുണ്ട്, അനഘടയിലുണ്ട്. ഓക്കെ, സൂപ്പർ. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇന്നത്തെ ന്യൂസ് പേപ്പർ ഉണ്ട് ആരുടെയും കയ്യില്? ഇല്ല. ആരുടെ കയ്യിൽ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഇല്ല?
ആരുടെ കയ്യിലും ഇല്ലാന്ന് തോന്നുന്നു അർച്ചന മാം. നമുക്കിന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സോക്സ്, ബ്ലാക്ക് സോക്സ്. ചിലർ ഇട്ടുണ്ടാവും. ദിൽഷാദ് ന്യൂസ് പേപ്പറുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. അനഘയുടെ കയ്യിൽ സോക്സ് ഉണ്ട്. അഷിത സോക്സ് കാണിച്ചു. അജ്മൽ സോക്സ് കാണിക്കുന്നുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. നന്ദകുമാർ സോക്സ് എടുത്തോണ്ട് വരുന്നുണ്ട്. ഓക്കെ, കിട്ടി കിട്ടി. നന്ദകുമാർ സോക്സ് കിട്ടി. ഓക്കെ, അടുത്ത സ്ലൈഡിൽ പോവാം. ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിം. അത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അതില്ല എന്ന് പറയുന്നത് ഹോസ്റ്റലിലുള്ളവർ ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും. ഫാമിലി ഫ്രെയിം ഇല്ലേ ആർക്കും കയ്യില്? അനഘത കാണിച്ചിരുന്നു അനഘയുടെ ഫാമിലി ഫോട്ടോ. വേറെ ആരുടെ കയ്യിലില്ല ഫാമിലി ഫോട്ടോ? വളരെ മോശം കേട്ടോ. എന്നാ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അർച്ചന മാം. അംബർലയാണ്. കൊട ഉണ്ടാവും എന്തായാലും. ഈ മഴക്കാലത്ത് കൊട ഉണ്ടാവാതിരിക്കില്ല. അജ്മലെ കൊടയൊന്നും ഇല്ലേ കയ്യില്? ദിൽഷാദ് ഇതാ കൊട കാണിച്ചു. വേറെ ആരുടെ കയ്യിലും കൊട ഇല്ലാത്തയാണോ? അത് എണീക്കാൻ മടിച്ചിട്ടിരിക്കുകയാണോ? അഞ്ജിത ആരെ കൊണ്ടൊക്കെയോ പണിയെടുപ്പിക്കുന്നുണ്ട്. ഓക്കെ, കൊട കാണിച്ചു. ഓക്കെ, അടുത്ത സ്ലൈഡ് അർച്ചന മാം. മെഴുകുതിരി ഉണ്ടോ നിങ്ങളുടെ കയ്യില്? മെഴുകുതിരി ബുദ്ധിമുട്ടാണല്ലേ? ഇല്ല, ആരുടെയിലും ഇല്ല. നെക്സ്റ്റ് വൺ. റബ്ബർ ബാൻഡ് ഉണ്ടാവും എന്തായാലും. അഭിജിത്ത് തപ്പാണ്. ഇവിടെ എവിടെയോ ഞാൻ രാവിലെ കണ്ടിരുന്നല്ലോ. ഇല്ല, റബ്ബർ ബാൻഡ് ഇല്ല. അഞ്ജിത എടുത്തോണ്ട് വന്നിട്ടുണ്ട് റബ്ബർ ബാൻഡ്. ഓക്കെ, ചെടിച്ചട്ടി. ചെടിച്ചട്ടി ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? പ്ലാസ്റ്റിക് ആയാലും മതി കേട്ടോ. പ്ലാസ്റ്റിക്കും ഇല്ല, ഒറിജിനലും ഇല്ല ആരുടെയിലും? അനഘനെ കാണിക്കൂ. എന്താ കാണിക്കാത്തെ? ക്യാമറ ഓൺ ആക്കി കാണിച്ച എല്ലാവരും. എല്ലാരും ക്യാമറ ഓൺ ആക്കി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ആരും ക്യാമറ ഓൺ ആക്കുന്നില്ല. ഇൻഡോർ ഇല്ല, ഔട്ട്ഡോർ ആണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. അർച്ചന നമുക്ക് എന്നാ വൈൻഡ് അപ്പ് ചെയ്താലോ ഗെയിം? യെസ്, ഓക്കെ നമുക്ക്. ഓക്കെ ഓക്കെ. ഇന്നത്തെ ഗെയിം, ഇന്നത്തെ സെഷൻ അതെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫീഡ്ബാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഇപ്പൊ നമ്മള് അങ്ങടേക്ക് ഒരു സെഷൻ നടത്തിയോണ്ട് നമുക്ക് തിരിച്ചൊരു അനാലിസിസ് ചെയ്യണമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ എൻജോയ് ചെയ്തോ എന്നൊന്ന് പറയാമോ? ആരെങ്കിലും ഫ്രണ്ടിലോട്ട് വന്നിട്ട്. ഹായ് മാം, ഇന്നത്തെ സെഷന് അടിപൊളിയായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഒപ്പം പഠിക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ പരിചയപ്പെടാനൊക്കെ ഉള്ള അവസരം ഉണ്ടായി. ഓരോരുത്തർ വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്നയും അതുപോലെ പഠിക്കുന്ന ആളുകളൊക്കെ പരിചയപ്പെടാൻ ഓരോയിട്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. വളരെ ഹാപ്പിയാണ്. ഇതുപോലെ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എക്സ്പീരിയൻസ്? എങ്ങനെ ഇഷ്ടപ്പെട്ടോ അഞ്ജിത ഇന്നത്തെ സെഷൻ? ഇഷ്ടപ്പെട്ടു മാം. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. എല്ലാരുമായിട്ട് പരിചയപ്പെടാനൊക്കെ പറ്റി, എല്ലാരെയും മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. എവിടെ അജ്മൽ? എവിടെ അജ്മലിനെ കാണാനില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു അജ്മൽ ഇന്നത്തെ സെഷൻ? സെഷൻ കൊള്ളാം. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇന്നത്തെ സെഷനൊക്കെ കൊള്ളാമായിരുന്നു. ഗെയിംസും അടിപൊളിയായിരുന്നു.
ആരൊക്കെയോ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഡ്രീംസ് പലതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ട്, പ്രൊഫഷണലായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ആണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. പുതിയതായിട്ട് പുതിയ നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് ഗുഡ് റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരാണ് കൂടെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു അജ്മൽ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? അതെ, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നമ്മുടെ കൂടെ പഠിക്കുന്നവർ ഇത്ര പേരുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാമിന്റെ അടുത്ത് ചോദിക്കായിരുന്നു എത്ര പേരുണ്ട്. മാം പറഞ്ഞ് നിങ്ങൾക്കൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇത്രയും പേരുണ്ടല്ലോ എന്നുള്ളൊരു, ഇത്രയും കൂടെ നമ്മളോട് പഠിക്കും, ഇത്രയും കുട്ടികളുണ്ട്. നമുക്കൊരു ഡയറക്റ്റ് കോളേജിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് അവരൊക്കെ ആരൊക്കെയാണ് എന്ന് കാണാൻ പറ്റും. ഇതാവുമ്പോ നമുക്ക് പറ്റത്തില്ല. ഇപ്പം ഓൺലൈനായിട്ട് ആയതുകൊണ്ട് പക്ഷേ ഇത്രയും പേരെ കാണാൻ പറ്റി. കൊള്ളാം, സെക്ഷൻ ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ പല പല പ്രോഗ്രാംസ്, ഓണം ഫെസ്റ്റിവൽ, അങ്ങനെ ഓരോ ഡേയ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ തന്നെ വരുന്നുണ്ടാവും. അതിലെല്ലാം തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു കോളേജ് ലെവൽ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലേൺ വൈസ് ത്രൂ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് ജോയിൻ ചെയ്ത പോലെ എല്ലാവരും അടുത്ത സെഷൻസിലും നല്ല രീതിയിൽ തന്നെ ജോയിൻ ചെയ്യുക. ഒരു സെഷൻ പോലും മിസ്സാവാതെ നോക്കുക. അപ്പം ഓരോ സെഷൻസിനും അത്രമാത്രം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ആ ഒരു എൻറ്റയർ സ്റ്റഡി ജേണിയെ നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അടുത്തടുത്ത സെഷൻസിൽ നമുക്ക് സിലബസ് ഡീകോഡിംഗ് ഉണ്ട്, യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ സെഷൻസ് വരുന്നു, എൻറ്റയർ ലേൺ വൈസ് ടീമിനെ പരിചയപ്പെടാനുള്ള സെഷൻസ് വരുന്നു. അപ്പൊ ഇത് ഓരോന്നും മിസ്സാക്കാതെ കറക്റ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം മാം നമുക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷൻ വരുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ് BCA-യുടെ. നിങ്ങൾ ഏത് സെഷൻ മിസ് ചെയ്താലും സിലബസ് ഡീകോഡിംഗ് മിസ് ചെയ്യരുത്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. നിങ്ങളുടെ ഹോൾ സിലബസ് നമ്മൾ കവർ ചെയ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സെഷൻ ആണ് സിലബസ് ഡീകോഡിംഗ് സെഷൻ. ഓക്കെ, അപ്പൊ അത് മിസ് ചെയ്യരുത്. ഒരു പേപ്പറും പെണ്ണൊക്കെ ആയിട്ട് തന്നെ വരിക സിലബസ് ഡീകോഡിങ്ങിന്റെ സമയത്ത്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈമും ലിങ്കും കാര്യങ്ങളൊക്കെ ഇന്ന് അർച്ചന മാം അയച്ച പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏത് ദിവസമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തരും കേട്ടോ. സോ താങ്ക് യു ഫോർ ജോയിനിങ് എവ്രിവൺ. ബൈ.